നസർ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. മതം ചോദിച്ചുകൊണ്ട് അമുസ്ലിമുകളായ സഞ്ചാരികളെ തെരഞ്ഞു പിടിച്ച് അവരെ വെടിവെച്ചു കൊന്ന ആ ഭീകരതയുടെ വല്ലാത്ത വേദനിപ്പിക്കുന്ന ദിനങ്ങൾ കടന്നു പോവുകയാണ്. രാജ്യവ്യാപകമായി അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തുടരുന്നു. ഇവിടെ നമ്മുടെ ആലപ്പുഴയിൽ ഒരു ആസാമിയെ പാകിസ്ഥാന് ജയ് വിളിച്ചതിന്, പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരെ പരിഹസിച്ചതിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കൊച്ചു കേരളത്തിൽ. എന്നാൽ എന്തുകൊണ്ട് ഇതുവരെ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങുന്നില്ല എന്ന ചോദ്യവുമായി ചിലർ രംഗത്ത് വന്നിട്ടുണ്ട്. അതെല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട്. BJP RSS സർക്കിളുകളിൽ ചിലരൊക്കെ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് വൈകുന്നത്? പ്രതിപക്ഷം പറയുന്നു, ഇനി ഒരു നിമിഷം പോലും വൈകരുത്, പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കണമെന്ന്. ഇത്തരത്തിൽ വിവാദങ്ങൾ തുടരുമ്പോഴും ജാഗ്രതയോടെ, കരുതലോടെ, ശ്രദ്ധയോടെ, അവധാനതയോടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും വിദേശകാര്യ മന്ത്രിയും ഒക്കെ തുടരെ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് സുരക്ഷാ ക്യാബിനറ്റുകൾ നടത്തി എങ്ങനെയാണ് പാകിസ്ഥാനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിൽ തീരുമാനമെടുത്തുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന് മേൽ നടപടി ഉണ്ടാവും എന്ന് തീർച്ചയാണ്. എന്നാൽ പലരും മുറവിളി കൂട്ടുന്നത് പോലെ എടുത്തു ചാടി ചെയ്യേണ്ട ഒന്നല്ല പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടൽ. ഞാൻ മുൻപ് വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ഇസ്രായേൽ ആക്രമിക്കപ്പെടുന്ന അതേ നിമിഷം തന്നെ ഇസ്രായേലിന് ഗസയിലേക്ക് ബോംബ് വർഷം നടത്താം. കാരണം ഫലസ്തീൻ എന്ന് പറയുന്നത് രാജ്യ പദവി പോലും കിട്ടിയിട്ടില്ലാത്ത ഒരു ദുർബല സമൂഹമാണ്. എന്നാൽ അങ്ങനെയല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ജാഗ്രത ഉണ്ടായില്ലെങ്കിൽ, അവധാനത ഉണ്ടായില്ലെങ്കിൽ അത് തിരിച്ചടിച്ചെന്ന് വരാം. പ്രത്യേകിച്ച് 130ഓളം അണ്വായുധങ്ങൾ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഇപ്പോഴും ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നു. വാക്കുകൾ കൊണ്ടുള്ള ഭീഷണിയുമായി പാകിസ്ഥാൻ മുമ്പോട്ട് പോവുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ഭീഷണി നടത്തിയിരിക്കുന്നത് പാക് റെയിൽവേ മന്ത്രിയാണ്. ഞങ്ങൾക്ക് 130 അണുബോംബുകളുണ്ട്, അത് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നതും അത് വിന്യസിച്ചിരിക്കുന്നതും ഇന്ത്യയിലാക്കാക്കിയാണ്. മറ്റൊരു ലക്ഷ്യവും ഞങ്ങൾക്കതില്ല. ഞങ്ങൾക്കൊരു ശത്രുവേ ഉള്ളൂ, ഇന്ത്യ മാത്രമാണ്. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് വിക്ഷേപണം നടത്താൻ വേണ്ടി ഞങ്ങൾ അണുബോംബുകൾ നിരത്തി വെച്ചിരിക്കുന്നു. ഞങ്ങളിപ്പോൾ യുദ്ധപ്രഖ്യാപനമായി കാണുകയാണ് ഈ സിന്ധു നദീ ജല കരാർ ലംഘനത്തെ. അതുകൊണ്ട് തന്നെ യുദ്ധപ്രഖ്യാപനമാണ്. ഞങ്ങൾ ഏത് നിമിഷവും ഇന്ത്യയിലേക്ക് അണുബോംബിടും എന്നാണ് റെയിൽവേ മന്ത്രിയുടെ ഭീഷണി. അതൊക്കെ വെറും ഭീഷണി മാത്രമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇന്ത്യയുടെ പട്ടാളവും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനവും മാങ്ങ പറക്കാൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നതല്ല. അത് പാകിസ്ഥാനും നന്നായിട്ടറിയാം. 130 അണുബോംബുകൾ പാകിസ്ഥാൻ ഉണ്ടെങ്കിൽ അതിനപ്പുറം ഇന്ത്യക്ക് ഉണ്ടാവും. വലിയ അവകാശവാദങ്ങളൊന്നും നടത്താറില്ലെങ്കിലും എന്നത് ഇന്ത്യക്കാർക്കറിയാം, പാകിസ്ഥാനും അറിയാം. അതുകൊണ്ട് തന്നെ യുദ്ധപ്രഖ്യാപനമാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ള വീമ്പിളക്കൽ അല്ലെങ്കിൽ വാക് യുദ്ധം കൊണ്ട് മാത്രം പാകിസ്ഥാൻ സന്തോഷം കണ്ടെത്തുകയാണ്. കഴിഞ്ഞ ദിവസം ബിലാവൽ ഭൂട്ടോയും പറഞ്ഞത് സമാനമായ ഭീഷണിയാണ്. സിന്ധു നദിയിലൂടെ ഇന്ത്യക്കാരന്റെ ചോരയൊഴുകും എന്ന ഭീഷണി. അത്തരത്തിൽ പാകിസ്ഥാൻ വാക്കു ബോംബുകളുമായി പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും ഇന്ത്യ ജാഗ്രതയോടെ, കരുതലോടെ മുമ്പോട്ട് പോവുകയാണ്. അനാവശ്യമായ ഒരു അവകാശവാദങ്ങളും അനാവശ്യമായ ഒരു ഭീഷണി മുഴക്കലും ഇന്ത്യ നടത്തുന്നില്ല. അത് തന്നെ തിരിച്ചടിയുടെ സൂചനയാണ്. യാതൊരു വിധത്തിലുള്ള അവകാശ പ്രഖ്യാപനങ്ങളും നടത്തുന്നില്ല, യാതൊരു തരത്തിലുള്ള ഭീഷണിയും നടത്തുന്നില്ല, മുന്നറിയിപ്പും നടത്തുന്നില്ല. അതേസമയം ഇന്ത്യ പണി കൊടുക്കാവുന്നിടത്തൊക്കെ പണി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ഝലം നദി നിറഞ്ഞു കവിഞ്ഞ് അപ്രതീക്ഷിതമായി വെള്ളപ്പൊക്കമുണ്ടായി, ആളുകൾ ദുരന്തത്തിലായി എന്ന് വാർത്ത വന്നു. ഇന്ത്യയിലെ അണക്കെട്ടുകൾ തുറന്നുവിടുമ്പോൾ കൃത്യമായ മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട്. ആ മുന്നറിയിപ്പൊന്നും കൊടുക്കാതെയുള്ള തുറന്നുവിടലിന്റെ ഭാഗമായിരുന്നു. മാത്രമല്ല, ചിലയിടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ അതിന് ഇന്ത്യയുടെ കരങ്ങളുണ്ടോ എന്ന് അവരൊക്കെ സംശയിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ബലൂചിസ്ഥാനിൽ പാക് സൈനികർ കൊല്ലപ്പെട്ടു. ഇന്ത്യ അതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ത്യയുടെ കരങ്ങൾ അതിന്റെ പിന്നിലുണ്ട് എന്ന് പാകിസ്ഥാൻ സംശയിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇറാനും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ്. ഇറാനിൽ തുറമുഖം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, അനേകം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിന്റെ പിന്നിലും എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയെ വളരെ ജാഗ്രതയോടെ ലോകം കാണുമ്പോൾ ഈ നാട്ടിൽ ചിലരൊക്കെ ആ ജാഗ്രതയും പ്രാധാന്യവും കൊടുക്കുന്നില്ല എന്നത് ഖേദകരമാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ രാജ്യം എടുത്തിരിക്കുന്ന ഒരു തീരുമാനം പാകിസ്ഥാന് അടി കൊടുക്കുക എന്നതാണ്. കാരണം ഈ ഭീകരതയുടെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനാണ്. അതുകൊണ്ടാണ് പാക് പ്രധാനമന്ത്രിയും പാക് നേതാക്കളും ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അവർക്ക് ഇന്ത്യയാണ് ഏറ്റവും വലിയ ശത്രുത. അത് അസൂയയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ദിവസം 2 രാജ്യങ്ങളായി ജന്മം കൊണ്ടതാണ്. ഇന്ത്യയുടെ അവസ്ഥ എന്താണ്, പാകിസ്ഥാന്റെ അവസ്ഥ എന്താണ്? പാകിസ്ഥാനികൾ തരം കിട്ടിയാൽ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ല പാകിസ്ഥാനികൾ, നമ്മൾ എടുക്കുന്നില്ല എന്ന് മാത്രം. പക്ഷെ ഇന്ത്യ പടിപടിയായി ഓരോ കാര്യങ്ങൾ പ്രഖ്യാപിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. വിസ നിരോധനം ഇനി ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഈ സാർക്ക് വിസ നേരത്തെ തന്നെ റദ്ദായി. സ്റ്റുഡന്റ് വിസ അടക്കമുള്ള വിസകൾ നാളെ അവസാനിക്കും. 29-ാം തീയതി മെഡിക്കൽ വിസയും അവസാനിക്കും. ദീർഘ വിസകളോടെ വിവാഹം കഴിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക്
ഇപ്പോഴും തുടരാം. അല്ലാതെയുള്ളവർക്ക് തിരിച്ചു പോവേണ്ടി വരുവാണ്. അതിനുവേണ്ടിയുള്ള നിലവിളികളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് കശ്മീർ കേന്ദ്രീകരിച്ചുകൊണ്ട് ആഭ്യന്തര പരിശോധനയും റെയ്ഡും ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. വലിയ പരിശോധനകൾ ഓരോ ദിവസവും അവിടെ സൈന്യം മാത്രമല്ല, രാഷ്ട്രീയ റൈഫിളും CRPF ഒക്കെ ഇപ്പോൾ ഈ കശ്മീർ ദൗത്യത്തിന്റെ ഭാഗമായി രംഗത്തുണ്ട്. കശ്മീരിൽ അടിമുടി പരിശോധനകളാണ്. കശ്മീരിലെ ഓരോ സ്ഥലങ്ങളിലും പരിശോധിക്കുന്നു. ഭീകര സാധ്യതയുള്ള ആളുകളെ, നേരത്തെ ഭീകര പ്രവർത്തനം നടത്തിയിരുന്നവരെ അത്തരം വീടുകളിലേക്ക് കയറി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഈ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അടക്കമുള്ളവ പരിശോധിച്ച്, അവരുടെ ടെലിഫോൺ റെക്കോർഡ്സുകൾ പരിശോധിച്ച്, അവർക്ക് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെയോ അല്ലെങ്കിൽ ഭീകര സംഘടനയുടെ ബന്ധമുണ്ടെങ്കിൽ അവരെ ജയിലിൽ അടയ്ക്കാനാണ് നീക്കം. അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഭീകരരെ പലരെയും അവരുടെ വീട് തപ്പിപ്പിടിച്ച് വെടിവെച്ച് കൊല്ലുകയാണ്. അവരുടെ വീടുകൾ തകർക്കുകയാണ്. അതിനൊന്നും വലിയ പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. പ്രതിരോധവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തൽക്കാലം തോന്നിയതുപോലെ കൊടുക്കരുത് എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അവർ തീർത്ത് കളയുകയാണ്. ഭീകരവാദികളെ പലരെയും തീർത്ത് കളയുകയാണ്. ഭീകരവാദികളുടെ വീടുകൾ, ഏതാണ്ട് 11ഓളം വീടുകൾ ബോംബിട്ട് തകർത്തു സൈന്യം. ആദ്യം ഇവർ പരിശോധിക്കുന്ന മുഴുവൻ നമ്മുടെ കശ്മീരിനെ ക്ലീൻ ചെയ്യാനാണ്. നമ്മുടെ കശ്മീരിലെ ജനങ്ങളുടെ പിന്തുണ അതിശക്തമായി ഇപ്പോൾ ഭാരതത്തിന് അനുകൂലമായി മാറിയിട്ടുണ്ട്. ഇന്ത്യൻ സേനയ്ക്ക് സംരക്ഷണം നൽകാൻ കശ്മീരികൾ രംഗത്ത് വരും. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. കശ്മീർ ജനത ഇന്ത്യൻ സേനയ്ക്ക് നേരെ കല്ലെറിയുമായിരുന്നു. ഇന്ത്യക്കാർക്ക് കശ്മീരിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ കശ്മീർ ജനത കഴിഞ്ഞ 4-5 കൊല്ലം അനുഭവിച്ച സമാധാനം, സമൃദ്ധി, അതൊക്കെ അവർ ഇഷ്ടപ്പെടുന്നു. അവരുടെ മതവിശ്വാസത്തിന് ഒരു തടസ്സവുമില്ല. അവരുടെ ആചാരങ്ങൾക്ക് ഒരു തടസ്സവുമില്ല. അതിലേക്കൊന്നും ആരും ഇടപെടുന്നില്ല. അതേസമയം സമാധാന അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു. ടൂറിസ്റ്റുകൾ വരുന്നു, സാമ്പത്തിക നിലയം മെച്ചപ്പെടുന്നു, നിരപരാധികൾ കൊല്ലപ്പെടുന്നില്ലെന്ന് സാഹചര്യം രൂപപ്പെട്ടു. ആ സാഹചര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പാക് പിന്തുണയോടുകൂടി വിഘടനവാദികൾ നടത്തുന്ന പരിശ്രമം അത് കശ്മീരികൾക്കൊട്ടും അനുകൂലമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കശ്മീരി ജനത സൈന്യത്തിനൊപ്പം ചേരുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. അവരുടെ പിന്തുണയോടെ ഭാരതത്തെ എതിർക്കുന്നവർ, കശ്മീർ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വിഘടനവാദികളെ പിന്തുണയ്ക്കുന്നവർ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആയുധ പരിശീലനം കിട്ടുന്നവരെയൊക്കെ തിരിച്ചറിഞ്ഞ് അവരിൽ പലരെയും അവർ കൃത്യമായ ഭീകരബന്ധമുണ്ടെങ്കിൽ വെടിവെച്ച് തീർക്കുകയാണ്. അവരുടെ വീടുകൾ തകർക്കണം. അങ്ങനെ കശ്മീരിനെ ശുദ്ധമാക്കിയതിന് ശേഷം മാത്രമേ ഇന്ത്യൻ സൈന്യത്തിന് പാകിസ്ഥാന്റെ നേരെ ആക്രമണം നടത്താൻ കഴിയൂ. ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന ശ്രദ്ധ മുഴുവൻ കശ്മീരിനെ ശരിയാക്കുക എന്നതാണ്. അടുത്ത ഘട്ടമായി 2016-നെയും 2019-നെയും ഓർമ്മിപ്പിക്കുന്ന, അതിനെ മറികടക്കുന്ന കൃത്യമായി തിരിച്ചടി ഇന്ത്യൻ സേന കൊടുക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ അത് എങ്ങനെ, ഏതായിരിക്കും അതിന്റെ നേച്ചർ എന്നൊന്നും ഊഹിക്കാൻ നമുക്കാർക്കും കഴിയില്ല. പാകിസ്ഥാന് പോലും കഴിയാത്ത സാഹചര്യമാണ്. അതിനു മുമ്പ് ചെയ്തു തീർക്കേണ്ട പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറിയ ഇന്ത്യ എത്രയും വേഗം അതിന്റെ തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിലൊന്നാണ് നമുക്ക് ഡാം കെട്ടാൻ അനുമതിയുള്ള 3 നദികളിൽ കെട്ടിയിരിക്കുന്ന അണക്കെട്ടുകൾ പലതും തുറന്നു വിടുന്നത്. 2016-ലെ ഉറി ആക്രമണത്തിന് ശേഷം സിന്ധു നദീതല കരാർ ഉണ്ടെങ്കിൽ പോലും ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ സിന്ധു നദീ തീരങ്ങളിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ വേഗം പൂർത്തിയാക്കി കൃത്യമായ നടപടിയെടുക്കാൻ, കൃത്യമായ മറുപടി പറയാനുള്ള നീക്കത്തിലാണ് ഭാരതം. ആ നീക്കങ്ങൾ തന്നെയാണ് പാകിസ്ഥാനെ വിരളപിടിപ്പിക്കുന്നതും. അതുകൊണ്ടാണ് ഇതിനെ യുദ്ധപ്രഖ്യാപനമായി ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ വാക്ക് ബോംബുകൾ പുറത്തേക്ക് വിടുന്നതും. മാത്രമല്ല മറ്റ് പല പ്രതിരോധങ്ങൾക്കുമുള്ള ശ്രമം ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി ആശ്രയിച്ചാണ് പാക് സമ്പദ് വ്യവസ്ഥ മുമ്പോട്ട് പോകുന്നത്. പലപ്പോഴും പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ നമ്മൾ ചില തിരിച്ചടികൾ കൊടുക്കാറുണ്ടെങ്കിലും മാനുഷിക പരിഗണന കൊണ്ട് പ്രധാനപ്പെട്ട പല വിഭവങ്ങളും അവശ്യ വസ്തുക്കളും നമ്മൾ കൈമാറാറുണ്ട്. ഉദാഹരണത്തിന് മരുന്ന്. പാകിസ്ഥാനിലെ മരുന്നിലൊരു 40-50% ഇന്ത്യയിൽ നിന്ന് എത്തുന്നതാണ്. ഈ മരുന്നുകൾ എത്തുന്നില്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനങ്ങൾ രോഗം വന്ന് മരിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. അതുപോലെ പച്ചക്കറികൾ, പഴം, പരുത്തി, ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് എത്തുന്നതാണ്. ഇതൊന്നുമില്ലാതെ പാകിസ്ഥാന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അവർക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ ഇറക്കുമതി ഇന്ത്യയാണ്. മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും ഇന്ത്യയിൽ ലഭ്യമായിടത്തോളം ഈ കാര്യങ്ങളൊന്നും ലഭ്യമല്ല. അതുകൊണ്ട് സമ്പൂർണ്ണ വ്യാപാര നിരോധനം ഏർപ്പെടുത്താൻ ആലോചിക്കുന്നു. സീറോ ട്രേഡ്, ഒരു സാധനവും അങ്ങോട്ട് കയറ്റി വിടണ്ട എന്നൊരു നിലപാടും. ഇത് പാകിസ്ഥാന് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാവും. പാക് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. പാകിസ്ഥാന് വിലക്കയറ്റം ഉണ്ടാവും. പ്രത്യേകിച്ച് മരുന്നിന്റെ കാര്യത്തിൽ പാകിസ്ഥാൻ ഒരിക്കലും സ്വയം പര്യാപ്തത നേടിയിട്ടില്ല. മരുന്നുകളുടെ കാര്യത്തിൽ ഭാരതമാണ് പാകിസ്ഥാൻ ആവശ്യമായ മരുന്ന് കൊടുക്കുന്നത്. ചൈനയുടെ സഹായം ഉണ്ടാവാം. തീർച്ചയായും ചൈന അതിനുള്ള സൂചനകൾ നൽകിയിരിക്കുന്നു. ചൈനീസ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ എക്കാലത്തും ഭീകരവിരുദ്ധതയ്ക്ക് ഒപ്പമാണ്, പാകിസ്ഥാന്റെ ഭീകരവിരുദ്ധ പോരാട്ടത്തിനൊപ്പം നിൽക്കുമെന്നാണ്. അത് വളരെ കൃത്യമായ സൂചനയാണ്. അതുകൊണ്ട് ചൈനയുടെ പിന്തുണ കൊണ്ട് പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരാം. എന്നാൽ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായി അവസാനിക്കുന്നതോടെ അത് അത്ര എളുപ്പത്തിൽ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. മാത്രമല്ല ചൈനയ്ക്ക് നേരിട്ട് ഒരു ഇടപെടലൊന്നും സാധ്യമല്ല. ഇന്ത്യയുമായി പെട്ടെന്നൊരു യുദ്ധാന്തരീക്ഷം ഉണ്ടാക്കാൻ ചൈന ആഗ്രഹിക്കുന്നില്ല. ചൈന പാകിസ്ഥാനെ ഒരു ടൂളായി ഉപയോഗിച്ച് ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്താം. അതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിലുള്ള ഭിന്നതയ്ക്കിടയിലേക്ക്
ചൈനയ്ക്ക് കക്ഷി ചേരാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമില്ല. എന്നാൽ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുമെന്ന് തീരുമാനിച്ച് തന്നെയാണ് ഇന്ത്യയുടെ മുമ്പോട്ടുള്ള പോക്ക്. ആ പോക്കിന് ഇന്ത്യൻ ജനതയുടെ പിന്തുണയുണ്ട്. 26 നിരപരാധികളുടെ ജീവനെടുത്ത പാകിസ്ഥാൻ ഭീകരതയ്ക്കും അറുതി വരുത്തിയേ മതിയാവും. അതിനെ എന്ത് വില കൊടുത്തും തിരിച്ചടി നൽകാതിരിക്കാൻ നിവൃത്തിയില്ല. അത് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന്റെ അടയാളമായി മാറണം.